أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم والكتاب المبين. إنا أنزلناه في ليلة مباركة. إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بل هم في شك يلعبون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1728 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 44-ാമത്തെ അധ്യായമായ സൂറത്ത് ദുഖാനിലെ 1 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമീൻ വൽ കിതാബിൽ മുബീൻ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بل هم في شك يلعبون صدق الله العلي العظيم. സൂറത്ത് ദുഖാനിലെ 1 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് ദുഖാനിന്റെ ആയാത്തുകളുടെ പഠനം നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. മിനിയാന്ന് ഈ സൂറത്ത് പരിചയപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. 59 ആയത്തുകൾ അടങ്ങിയിട്ടുള്ള മക്കയിൽ അവതരിച്ച ഒരു സൂറത്താണ് സൂറത്തു ദുഖാൻ. ഇതിലെ 10-ാമത്തെ ആയത്തിൽ ദുഖാൻ എന്ന പദം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ആ ഒരു കാരണത്താലായിരിക്കണം ഈ സൂറത്തിന് അദ്ദുഖാൻ എന്ന പേര് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. സൂറത്തു ദുഖാൻ, ദുഖാൻ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് സ്മോക്ക്, പുക എന്നാണ്. അത് 10-ാമത്തെ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കും. ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ ഏകദേശം സൂറത്ത് സുഖ്റുഫ് അതുപോലെയുള്ള അതിനോട് ചേർന്ന് കിടക്കുന്ന സൂറത്തുകളൊക്കെ അവതരിച്ച മക്കയിലെ വളരെയേറെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ് സൂറത്തു ദുഖാനും അവതരിക്കുകയുണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള സ്രോതസ്സുകൾ, ഹദീസുകളോ മറ്റോ അത് കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നൊന്നുമില്ല. പക്ഷെ അതിന്റെ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എത്തിച്ചേരാവുന്ന ഒരു നിഗമനം ഈ സൂറത്ത് മക്കയിൽ ആ ഒരു കാലഘട്ടത്തിൽ അവതരിച്ചതാണ് എന്ന നിലക്കാണ്. നമുക്ക് ഈ ആയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഈ സൂറത്ത്
നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളുടെ ഈ രണ്ട് അക്ഷരങ്ങൾ കൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. ഹ മീം, ഹും മീമും. മുഖത്താഴത്ത് എന്നാണ് നമ്മൾ ഇത്തരം അക്ഷരങ്ങളെ സാങ്കേതികമായി വിളിക്കാറുള്ളത്. ഇതിന്റെ അർത്ഥ സൂചനകള് അങ്ങനെ പ്രത്യേകമായി നമുക്ക് കൃത്യമായി പറയുക എന്നത് സാധിക്കുന്ന ഒരു കാര്യമല്ല. അള്ളാഹു അതുകൊണ്ട് ഈ അക്ഷരങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നത് പല അനുമാനങ്ങളും ഖുർആൻ ആഴത്തിൽ പഠനം നടത്തുന്ന ആളുകൾ പല അനുമാനങ്ങളും നടത്താറുണ്ടെങ്കിലും കൃത്യമായിട്ട് അതിന്റെ അർത്ഥസൂചന എന്താണ് എന്നത് അങ്ങനെ ഒരു നിർണയം നടത്തപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല. വിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകളിലും ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ മുഖത്താഴത്തുകൾ കൊണ്ട് സൂറത്തുകളുടെ തുടക്കം ഉള്ളതായിട്ട് നമ്മൾ നേരത്തെ പല സൂറത്തുകളും പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പൊതുവായി ചില കാര്യങ്ങൾ ഞാൻ ഈ ഇത്തരം മുഖത്താഴത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ രണ്ടക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മിക്ക സന്ദർഭങ്ങളിലും ഇത്തരം മുഖത്താഴത്തുകള് വിശുദ്ധ ഖുർആനെ കുറിച്ച് തന്നെ പരാമർശിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നതിന്റെ തുടക്കത്തിലാണ് ഇത്തരം അക്ഷരങ്ങൾ ഉള്ളതെന്ന് കാണാൻ കഴിയും. അപ്പൊ അത് ഖുർആന്റെ ആധികാരികതയെ അല്ലെങ്കിൽ ഖുർആൻ ഒരു വിസ്മയം എന്ന നിലയ്ക്ക് ദൈവികമായി അവതരിപ്പിക്കപ്പെടുന്ന ഈ ആയാത്തുകളുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ അതിന്റെ പ്രതിപാദ്യത്തെ അതിന്റെ കോമ്പോസിഷന്റെ പ്രത്യേകതയെ ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ചില അക്ഷരങ്ങൾ, ഒരുപക്ഷെ ഇതുപോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് ആണ് ഈ ആയാത്തുകളും ഇത്തരം സൂറത്തുകളും ഒക്കെ അള്ളാഹു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പോലെ നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഇത്തരം അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ ആയാത്തുകൾ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നത് സൂചിപ്പിക്കുന്നതൊക്കെ പോലെ തോന്നും. അപ്പൊ ഇത് ഖുർആന്റെ ഒരു വെല്ലുവിളിയായിട്ട് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ നമ്മൾ കാണുകയുണ്ടായ അല്ലെങ്കിൽ വേറെ പലയിടത്തും ആവർത്തിച്ചു വരുന്ന ഒരു വിഷയമുണ്ടല്ലോ. അപ്പൊ അതിലേക്ക് കൂടി കണക്ട് ചെയ്തുകൊണ്ട് മനസ്സിലാക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. ഈ ഖുർആന്റെ അഭിസംബോധിതരായ ആളുകൾക്ക് പരിചയമുള്ള അറബി ഭാഷയിലെ ശബ്ദങ്ങൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ അവർക്ക് അത്രയും സാധാരണത്വമുള്ള വിധത്തിൽ അറിയുന്ന അക്ഷരങ്ങളെ അതുപോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് തന്നെ കമ്പോസ് ചെയ്യപ്പെട്ടതാണ് ഈ ആയാത്തുകൾ എന്നത് സൂചിപ്പിക്കപ്പെടുന്ന വിധത്തിലാണ് എന്ന് മനസ്സിലാക്കാം. അതും ഒരു സാധ്യതയാണ്. അപ്പൊ ഇത്തരം അക്ഷരങ്ങൾ കൊണ്ട് രചിക്കപ്പെട്ട ഈ വാക്യങ്ങൾ പക്ഷെ ഒരിക്കലും തന്നെ ഈ ഭാഷ അറിയുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഈ അഭിസംബോധന ചെയ്യപ്പെടുന്ന ആളുകൾക്കോ രൂപകൽപ്പന ചെയ്യാൻ പറ്റുന്നതല്ല എന്ന വിധത്തിലുള്ള ഒരു സൂചന ഇൻഡയറക്റ്റ് ആയിട്ട് ഇത്തരം അക്ഷരങ്ങളുടെ ഈ സാന്നിധ്യം സൂചിപ്പിക്കുന്ന പോലെ ചിലപ്പോ അനുഭവപ്പെട്ടെന്ന് വരും. അങ്ങനെ ചില കാര്യങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ചില സൂറത്തുകളുടെ തുടക്കത്തിലുള്ള ഈ മുഖത്താഴത്തുകളുടെ കാര്യത്തിൽ. ഇവിടെ സൂറത്തു ദുഖാനിൽ ഈ രണ്ടക്ഷരങ്ങളെ തുടർന്ന് പരാമർശിക്കുന്നത് വൽ കിതാബിൽ മുബീൻ, തെളിമയുള്ള ഈ വേദമാണ്, ദൈവിക ഗ്രന്ഥമാണ് എന്ന ഒരു ശപഥവാക്യം അല്ലെങ്കിൽ ഒരു സത്യം ചെയ്ത് പറയലാണ് നമ്മൾ തുടർന്ന് കാണുന്നത്. അപ്പൊ ഇവിടെ ഖുർആനെ തന്നെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു സത്യം ചെയ്യലാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ ഈ രണ്ടാമത്തെ ആയത്തിൽ കാണുന്നത്. വൽ കിതാബിൽ മുബീൻ, തെളിമയുള്ള വ്യക്തതയുള്ള ആശയപരമായുള്ള ദുർഗ്രാഹ്യതയൊന്നുമില്ലാത്ത ഒരു കിതാബ്. അപ്പൊ അതിന് സാക്ഷ്യമായിട്ട് ഈ കിതാബ് തന്നെയാണ് ഏറ്റവും തെളിമയുള്ള ഇതിലെ ആയാത്തുകൾ തന്നെയാണ് അല്ലാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ.
അള്ളാഹു വെളിപ്പെടുത്തുന്നത് ഇന്നാ അൻസൽനാഹു, നിശ്ചയമായിട്ടും നാം ഈ വേദത്തെ, ഈ കിതാബിനെ അവതരിപ്പിച്ചിരിക്കുന്നു ഫീ ലൈലത്തിൻ മുബാറക്കത്ത്, അനുഗ്രഹീതമായൊരു രാത്രിയിൽ. ഇന്നാ കുന്നാ മുന്തിരീൻ, നിശ്ചയമായിട്ടും നാം താക്കീത് നൽകുന്നവൻ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് താക്കീത് നൽകുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് അനുഗ്രഹീതമായ രാത്രിയിൽ നാം അവതരിപ്പിക്കുകയുണ്ടായതാണ് ഈ വേദഗ്രന്ഥം, ഈ കിതാബ്. അത് തെളിമയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആളുകൾക്ക് വ്യക്തതയോടുകൂടി താക്കീത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ വ്യക്തതയോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു വേദഗ്രന്ഥം. അതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ കാര്യം പറയുന്നത്. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം അംറം മിൻ ഇൻദിന ഇന്നാ കുന്നാ മുർസിലീൻ. അപ്പൊ ഇത് ചേർത്ത് പറയുന്നത് അതിന്റെ സാകല്യത്തിൽ ഉൾക്കൊള്ളുന്നത് പ്രയാസം ഉള്ള ഒരു കാര്യമല്ല. ചെറിയ ചെറിയ ആയത്തുകളിലൂടെ കണക്ട് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യം വളരെ സമഗ്രമായ, വളരെ വ്യക്തതയുള്ള ഒരു സംഗതിയാണ്. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ഈ ഫീഹ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ എന്ന് പറഞ്ഞാൽ ആ രാത്രിയിലാണ്, കിതാബല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് ആ ഈ ലൈലത്തുൻ മുബാറക്കത്തുൻ എന്നുള്ള പരാമർശം തൊട്ട് മുമ്പ് വന്നല്ലോ. അപ്പൊ ആ രാത്രിയിൽ ഫീഹ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, യുക്തിപൂർവമായ അല്ലെങ്കിൽ യുക്തിഭദ്രമായ എല്ലാ കാര്യങ്ങളും നിർണയിക്കപ്പെടുന്നത് ആ രാത്രിയിലാണ്. അങ്ങനെയുള്ള വിശിഷ്ടമായൊരു രാത്രിയിലാണ് ഈ കിതാബ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് ആ കാര്യങ്ങളുടെ ഒരു പ്രത്യേകത, അംറമിൻ ഇൻദിന, നമ്മുടെ അടുക്കൽ നിന്നുള്ള, അള്ളാഹുവിന്റെ മനുഷ്യരുമായും അതുപോലെ ഒരുപക്ഷെ മനുഷ്യ സമൂഹത്തിന്റെ വിവിധ തലങ്ങളുമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളിലുമുള്ള നിർണയങ്ങൾ, ഒരുപക്ഷെ വ്യക്തികളുടെ അതുപോലെ സമൂഹങ്ങളുടെ, രാഷ്ട്രങ്ങളുടെ ഒക്കെ കാര്യത്തിലുള്ള അള്ളാഹുവിന്റെ ഒരു വിധി നിർണയം ഉണ്ടാകുന്നത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അവരുടെ ഭാഗധേയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അവർക്കുള്ള ദൈവികമായ പ്രൊവിഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ നിർണയിക്കപ്പെടുന്ന ഒരു രാത്രിയാണ്. ആ രാത്രിയിലാണ്, ആ അനുഗ്രഹീതമായ, അങ്ങനെ ഒരു വിശിഷ്ടമായ രാത്രി ഉണ്ട് എന്നതാണ് ഖുർആൻ നൽകുന്ന സൂചന. സൂറത്തുൽ ഖദറിൽ ഈ കാര്യം അള്ളാഹു വ്യക്തമാക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ലൈലത്തുൽ ഖദറിന്റെ ആ രാവിനെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ആ രാത്രിയിലാണ് എന്നത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ആ രാത്രി റമളാനിലെ രാത്രിയാണ് എന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തില് വിശുദ്ധ ഖുർആന്റെ അവതരണം ഷഹ്റു റമളാനിലാണ് എന്നും ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പോ ഷഅബാൻ 15 ഈ രാത്രി എന്ന ഒരു അഭിപ്രായം ചിലരൊക്കെ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് അത്ര ആധികാരികതയുള്ള ഒരു അഭിപ്രായമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. വിശുദ്ധ ഖുർആന്റെ തന്നെ കൃത്യമായ സൂചനയുടെ അടിസ്ഥാനത്തിൽ ഈ ലൈലത്തുൽ മുബാറക്കത്ത് റമളാനിലെ ഒരു രാത്രിയാണ്, റമളാനിലെ അവസാനത്തെ 10 ഒരു രാത്രിയാണ് എന്ന സൂചനയാണ്. ഹദീസുകളുടെ ചില വിശദാംശങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് റമളാനിന്റെ അവസാന 10 ഒരു രാത്രിയാണ്. വലിയ സാധ്യത റമളാൻ 27 രാത്രി എന്നുള്ള നിലക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ വിശുദ്ധ ഖുർആനെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹു ഈ കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ. അപ്പോ ഈ കിതാബിനെ, അത് തെളിമയുള്ള, വ്യക്തതയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഈ വേദഗ്രന്ഥം, അതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്ന, അതിനെ
നിശ്ചയമായിട്ടും നാം ലൈലത്തുൻ മുബാറക്കത്തുൻ അനുഗ്രഹീതമായ രാത്രിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. സൂറത്തുൽ ഖദറിൽ അതിനെ പരാമർശിച്ചത് ലൈലത്തുൽ ഖദർ എന്നുള്ള നിലക്കാണ്. ഖദറിന്റെ രാത്രിയെ എന്ന പേരിലാണ് അവിടെ പരാമർശിച്ചിട്ടുള്ളതെന്ന് കാണാൻ കഴിയും. ഇന്നാ കുന്നാ മുന്തിരീൻ, ഈ അവതരണത്തിന്റെ താല്പര്യമാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും നാം ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് മനുഷ്യ സമൂഹത്തിനുള്ള ഒരു താക്കീത് നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്, ഇൻദാർ നൽകുന്നതിന് വേണ്ടിയാണ്. അതിനുള്ള ഈ ഉപയോഗിച്ചിരിക്കുന്ന ഈ ശൈലി, വാചക ഘടന വളരെ വ്യത്യസ്തതയുള്ള ഒരു ഘടനയാണ്. ഇന്നാ കുന്ന മുന്തിരീൻ, നിശ്ചയമായിട്ട് നാം താക്കീത് നൽകിക്കൊണ്ടിരിക്കുന്നവൻ തന്നെയാണ് എന്ന് അതിനും അതിന്റെ ബഹുവചന രൂപവുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നാ കുന്ന മുന്തിരീൻ ഫീഹ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. അള്ളാഹുവിന്റെ നിർണയങ്ങളുടെ ഹിക്മത്തിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. അള്ളാഹു ഉദ്ദേശപൂർവം അവന്റെ ആസൂത്രണത്തിന്റെ ഭാഗമായിക്കൊണ്ടുള്ള നിർണയങ്ങള് അതിന്റെ വേർതിരിഞ്ഞ വിധത്തിൽ, വളരെ ഡിസ്റ്റിങ്വിഷ്ഡ് ആയ വിധത്തിൽ തന്നെ നിർണയിക്കപ്പെടുന്ന ഒരു രാത്രിയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളും, പ്രത്യേകിച്ച് അവരുടെ ജീവിത വിഭവങ്ങളും അവരുടെ ഭാഗധേയവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അള്ളാഹു ഒരു കാലയളവിലേക്കുള്ളത് നിർണയിച്ച് മലക്കുകളെ ചുമതലപ്പെടുത്തുന്നത് ഈ പ്രത്യേകമായ അനുഗ്രഹീതമായ രാത്രിയിലാണ് എന്നതാണ് ഈ ആയത്തുകൾ നൽകുന്ന സൂചനയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഈ സൂചനകൾ വെച്ചുകൊണ്ട് ചിലതൊക്കെ ഊഹിക്കാം അല്ലെങ്കിൽ സങ്കല്പിക്കാം എന്നല്ലാതെ കൃത്യമായിട്ട് ഈ നിർണയം നടത്തപ്പെടുന്ന കാര്യം എന്താണ് എന്നത് നമുക്ക് ഈ ആയത്തുകൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നില്ല. മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളും ഒരു കാലയളവിന്, ഒരു പക്ഷെ ഒരു വർഷത്തിന് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിർണയിക്കപ്പെടുന്നത്, തീരുമാനിക്കപ്പെടുന്നത് ഖദറിന്റെ ആ രാത്രിയിലാണ്, ഈ അനുഗ്രഹീതമായ രാത്രിയിലാണ്. ആ രാത്രിയിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഈ ആയാത്തുകൾ നൽകുന്ന അതിന്റെ പദപ്രയോഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അംറമ്മിൻ ഇന്ദിന ഇന്നാ കുന്ന മുർസലീൻ, അത് നമ്മുടെ പക്കൽ നിന്നുള്ള, നമ്മുടെ ഭാഗത്ത് നിന്നുള്ള നടപടികളാണ്, ദൈവിക നടപടികള്. മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ജീവിത ആവശ്യങ്ങളും അതുപോലെ ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വിധി തീർപ്പുകളും ഉണ്ട് അള്ളാഹുവിന്റെ. അത് നിർണയിക്കപ്പെടുന്നത്, അപ്പോ ഇന്നാ കുന്ന മുർസലീൻ, നിശ്ചയമായിട്ടും ഈ കാര്യങ്ങള് നിർണയിച്ച് തീരുമാനിച്ച് അയക്കുന്നത് നാം ആണ്. നിശ്ചയമായിട്ടും നാം അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. റഹ്മത്തൻ മിർ റബ്ബിക, ഇത് നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഒരു കാരുണ്യമാണ്. മക്കയിൽ ഈ ആയത്തുകൾ അവതരിക്കുന്ന ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ ആളുകളെ ഈ ആയാത്തുകൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള പ്രതികരണം, ആ ജനങ്ങളുടെ പ്രതികരണം, ഇത് അവർക്ക് വലിയൊരു ശല്യമായി അല്ലെങ്കിൽ വലിയൊരു വിനയായി എന്നുള്ള നിലക്കാണ്. ഈ ഖുർആന്റെ അവതരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമൂഹത്തില് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയ അവരെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട ഒരു സംഗതിയാണ്. അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടായി പോയി എന്നുള്ള നിലക്ക്, ഒരു ശല്യമായി എന്ന നിലക്കൊക്കെ ആളുകൾ പ്രതികരിച്ചിരുന്ന ഒരു സമയമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ഇത് ദൈവികമായ കാരുണ്യത്തിന്റെ നിർണയങ്ങളുടെ ഭാഗമായിട്ട് കൂടിയുള്ള സംഗതിയാണ് എന്നത് ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ തൻസീലാണിത്. മഴ പെയ്തിറങ്ങുന്നത് എത്രത്തോളം നമുക്ക് ദൈവിക കാരുണ്യമായിട്ട് അനുഭവപ്പെടുന്നു, അതുപോലെയുള്ള അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ മഹത്തരമായ ഒരു ദൈവിക കാരുണ്യം എന്ന നിലക്കാണ്
അള്ളാഹു ഈ വേദവും അതിലെ കാര്യങ്ങളും ഒക്കെ തന്നെ മനുഷ്യന്റെ മുന്നിൽ മനുഷ്യന് പ്രയോജനപ്പെടുന്നതിന് വേണ്ടി അവതരിപ്പിക്കുന്നത്. അതൊരിക്കലും തന്നെ അവർക്കൊരു ശല്യമാവുന്നതോ അല്ലെങ്കിൽ ശാപമാവുന്നതോ ഒന്നുമല്ല. റഹ്മത്തൻ മിർ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യമായിട്ടാണ് ഈ കിതാബിനെ അവതരിപ്പിക്കുന്നത്. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, നിശ്ചയമായിട്ടും അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അള്ളാഹുവിന്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യന് ഏറ്റവും ആവശ്യമായ മാർഗദർശനം പകർന്നു നൽകുന്ന വിധത്തിൽ ഈ കിതാബ് അവതരിപ്പിക്കുന്നത്. റബ്ബിസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമ ഇൻ കുന്തും മൂഖിനീൻ. അവൻ പ്രപഞ്ച സാകല്യത്തിന്റെ നാഥനാണ്, ആകാശഭൂമികളുടെ അധിപനാണ്, നാഥനാണ് അവൻ. ആകാശവും ഭൂമിയും മാത്രമല്ല, വമാ ബൈനഹുമ, അവക്കിടയിലുള്ള സകലതും. അതൊക്കെ കൂടി ചേരുമ്പോഴാണ് നമ്മൾ പ്രപഞ്ചം എന്ന ഒരു പദം അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആകാശവും ഭൂമിയും അവക്കിടയിലുള്ളതും എന്നതാണ് ഖുർആൻ ഈ പ്രപഞ്ച സാകല്യത്തെ പരാമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം എന്നത് നമ്മൾ പലപ്പോഴായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിന് ഒരു നാഥനുണ്ട്. അത് താനേ ഉണ്ടായ അല്ലെങ്കിൽ ആകസ്മികതയുടെ ഫലമായിട്ടുള്ള ഒരു സംഗതിയൊന്നുമല്ല. അതിൽ ഓരോ സൂക്ഷ്മമായ കാര്യത്തിനും അതിന്റെ പുറകില് ഒരു ആസൂത്രകനുണ്ട്. അതിനെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന, കാര്യങ്ങളിൽ ഉത്തരവാദിത്വം കാണിക്കുന്ന ഒരു റബ്ബുണ്ട് എന്നതാണ് ഇവിടെ സ്പഷ്ടമാക്കപ്പെടുന്ന കാര്യം. റബ്ബിസ് സമാവാതി വൽ അർദി വമാ ബൈനഹും. അള്ളാഹുവിന്റെ ഒരു വിശേഷണമായിട്ടാണ് ഈ വിവരണം ഇവിടെ നൽകുന്നത്. ഇന്നഹു ഹുവസ് സമീഉൽ അലീം എന്ന് പറഞ്ഞല്ലോ. സമീഉം അലീമുമാണ് അള്ളാഹു എന്ന് പറഞ്ഞതിന് ശേഷം ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് തുടർന്നുള്ള ആയത്തിൽ നൽകപ്പെടുന്നത്. റബ്ബിസ് സമാവാതി വൽ അർദി വമാ ബൈനഹും. ഈ ആകാശഭൂമികളുടെയും അവക്കിടയിലുള്ളതുമായ ഈ പ്രപഞ്ച സാകല്യത്തിന്റെ നാഥനാണ് അള്ളാഹു. അപ്പൊ ശരിക്കും സനാതത്വമുള്ള ഒരു പ്രപഞ്ചമാണിത്. അതില് ആകസ്മികതക്കോ അല്ലെ യാദൃച്ഛികതക്കോ ഒന്നും ഒരു പ്രസക്തിയില്ല. അങ്ങനെയുള്ള ആലോചനക്ക് തന്നെ യാതൊരു പ്രസക്തിയില്ല. അതിലെ ഓരോ സൂക്ഷ്മമായ കാര്യവും അവന്റെ അറിവോടും അവന്റെ നിർണയത്തോടും അവന്റെ നിശ്ചയത്തോടും ഒക്കെ കൂടി നടക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ അതില് യാദൃച്ഛികമായിട്ട് താനെ ഒരു ആസൂത്രണവുമില്ലാതെ ഉണ്ടായതായ ഒരു കാര്യവും അതിൽ അടങ്ങിയിട്ടില്ല. ഇൻ കുന്തും മൂഖിനീൻ, നിങ്ങൾ ദൃഢബോധ്യമുള്ളവരാണെങ്കിൽ എന്നാണ് തുറന്നു പറയുന്നത്. നിങ്ങൾ യഖീനുള്ളവരാണെങ്കിൽ, നിങ്ങളുടെ ബോധ്യം അള്ളാഹുവിനെ കുറിച്ച്, പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ നിങ്ങൾ കാണുന്ന, നിങ്ങൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ സകല സംഗതികളും സനാതത്വമുള്ളതാണ് എന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അനുഭവപ്പെടും, കൃത്യമായിട്ട് ബോധ്യപ്പെടും. അത് നിങ്ങളുടെ ഈ പ്രപഞ്ചത്തിനൊരു നാഥൻ ഉണ്ട് എന്ന ബോധ്യം നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടോ അതിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇൻ കുന്തും മൂഖിനീൻ, നിങ്ങളുടെ യഖീൻ, നിങ്ങളുടെ ഈമാൻ, നിങ്ങളുടെ ഈ പ്രപഞ്ചത്തിന്റെ റബ്ബിനെ കുറിച്ചുള്ള നിങ്ങളുടെ ബോധ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അങ്ങനെ ബോധ്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആകാശവും ഭൂമിയും അവക്കിടയിലുള്ളതൊക്കെയും തന്നെയും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള പൂർണ്ണമായ സനാതത്വമുള്ള സംഗതിയാണ് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാത്ത ആരാധ്യനായിട്ട് മറ്റൊരാളും ഇല്ല, അവനേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിലെ സകല സംഗതികളുടെയും നിയന്ത്രകനായിട്ടുള്ള, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിന്റെയും ഒക്കെ റബ്ബായ അള്ളാഹു, അവൻ മാത്രമാണ് ആരാധ്യനായിട്ടുള്ളത്. ഇത് പറയുമ്പോൾ മക്കയിലെ ആളുകളുടെ ആ കാലഘട്ടത്തില് അവര് പിന്തുടർന്നിരുന്ന ജീവിത രീതിയുമായി അതിനെ തീർച്ചയായിട്ടും ബന്ധിപ്പിക്കേണ്ടി വരും. അവര് ധാരാളം ഇലാഹുകളിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണ്. അവർക്ക്
ഒട്ടേറെ ആലിഹത്തുകൾ ആരാധ്യരായിട്ട് അവര് കൊണ്ട് നടന്നിരുന്നു എന്നതാണ് ആ ഘട്ടത്തില് മക്കയിലെ ആളുകളുടെ ശ്രദ്ധേയമായ ഒരു പ്രത്യേകത. അപ്പൊ അല്ലാഹു അല്ലാത്ത ഈ പ്രപഞ്ച സാകല്യത്തിന്റെ സമ്പൂർണമായ നിയന്ത്രണം നിർവഹിക്കുന്ന അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹും വേറെ ഇല്ല. യുഹീ വ യുമീതു, ജീവിപ്പിക്കുന്നത് അവനാണ്, മരിപ്പിക്കുന്നതും അവനാണ്. റബ്ബുക്കും, നിങ്ങളുടെ നാഥൻ അവനാണ്. വ റബ്ബു ആബാഇകുമുൽ അവ്വലീൻ, പൂർവികരായ നിങ്ങളുടെ പിതാക്കന്മാര് അവരുടെയും റബ്ബ് അവൻ തന്നെയാണ്. ഒരുപക്ഷെ അല്ലാഹു അല്ലാത്ത ഒട്ടേറെ ആലിഹത്തുകളെ കൊണ്ട് നടന്നിരുന്ന, ആലിഹത്തുകളെ ആരാധനയ്ക്ക് വേണ്ടി സ്വീകരിച്ചിരുന്ന ഒരുപാട് പൂർവിക തലമുറകൾ നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവര് അല്ലാഹു അല്ലാത്ത പലരെയും ആലിഹത്തായിട്ട് പരിഗണിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ല എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ പൂർവികരായ പിതാക്കന്മാരുടെ, പ്രപിതാക്കന്മാരുടെ കാര്യത്തിലും അവരുടെയും റബ്ബ് അല്ലാഹു തന്നെയാണ്. മക്കയിലെ ആ തലമുറ ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ അവര് സ്വാഭാവികമായിട്ടും അവരുടെ പൂർവികരെ കുറിച്ച് ആലോചിക്കാൻ ഇടയുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഏകത്വത്തെ മുൻനിർത്തിക്കൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാലമായിട്ട് ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും ഒക്കെ ആരാധിച്ചു വരുന്ന ബാക്കി ആലിഹത്തുകളൊക്കെ ഈ പ്രവാചകൻ എന്ന് അവകാശപ്പെടുന്ന വ്യക്തി തള്ളിക്കളയുകയാണ്, അവയെ ബാത്തിലായിട്ട് അല്ലെങ്കിൽ മിഥ്യയായിട്ട് പരിചയപ്പെടുത്തുകയാണ് എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായും അവര് ആ പൂർവികരുടെ നിലപാടുകളും അവർ പിന്തുടർന്നു വന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കും. വളരെ കൃത്യതയോടെയും അതുപോലെ തെളിമയുള്ള വിധത്തിലും അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്, നിങ്ങളുടെ പൂർവികര് തെറ്റായ ജീവിത സരണിയിൽ സഞ്ചരിച്ചിട്ടുണ്ടാകാം. അവര് ഒട്ടേറെ ആലിഹത്തുകളെ അള്ളാഹുവിന് പുറമെ ആരാധിച്ച് വന്നിരുന്നവരാകാം. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമാവാൻ പോകുന്നില്ല. നിങ്ങളുടെ റബ്ബ്, അതുപോലെ നിങ്ങളുടെ പൂർവികരായ നിങ്ങളുടെ പ്രപിതാക്കന്മാരുടെ റബ്ബ് ഒക്കെയും തന്നെ അള്ളാഹുവാണ്. വേറെ ആലിഹത്തൊന്നും, വേറെ ഒരു ഇലാഹും യഥാർത്ഥത്തിൽ ഇല്ല എന്ന കാര്യമാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ബൽഹും ഫീ ശക്കിൻ യൽഅബൂൻ, എന്നാൽ അവര് സന്ദേഹത്തിലാണ്. അവരുടെ കൃത്യതയുള്ള ഒരു ധാരണയിലേക്ക് വരിക എന്നതൊന്നും അവര് ചെയ്തിട്ടില്ല. ഈ ആളുകളും ചെയ്യുന്നില്ല, അവരുടെ പൂർവികരും കാര്യങ്ങളെ യുക്തിയുക്തമായ തലത്തില് അല്ലെങ്കിൽ റേഷ്യോസിനേറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കി വ്യക്തതയോടുകൂടി ഉൾക്കൊള്ളുക എന്ന ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല. മറിച്ച് വളരെ നിസ്സംഗമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവ്യക്തതകളിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരു നിലപാടാണ് അവർ കൊണ്ട് നടക്കുന്നത്. ബൽഹും ഫീ ശക്കിൻ യൽഅബൂൻ, അവരുടെ സന്ദേഹങ്ങളിലായിട്ട് അവരങ്ങനെ വിഹരിക്കുകയാണ് അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കൃത്യമായ അടിത്തറയില്ലാത്ത, കൃത്യമായ ബോധ്യമില്ലാത്ത ഒരു സംഗതിയിൽ അങ്ങനെ കഴിയുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു നിലപാടിൽ നിലകൊള്ളുന്നതാണ് അവർ സ്വീകരിച്ചിരിക്കുന്ന ഒരു രീതി. നിങ്ങളുടെ കാര്യത്തിലും നിങ്ങളുടെ പൂർവികരുടെ കാര്യത്തിലും ഇതാണ് ശരി. കാര്യങ്ങൾ വ്യക്തമായി വിലയിരുത്തി മനസ്സിലാക്കി കൃത്യതയോടുകൂടി ഉൾക്കൊണ്ട് ശരിയുടെ, സത്യത്തിന്റെ അടിത്തറയിൽ നിലകൊള്ളുക എന്ന ഒരു തീരുമാനം, എന്ന ഒരു നിശ്ചയം നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ബൽഹും ഫീ ശക്കിൻ യൽഅബൂൻ, അവരുടെ ഈ സന്ദേഹത്തിലാണ്, സംശയത്തിലാണ് അവര് നിലകൊള്ളുന്നത്. ഇങ്ങനെ സംശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിലപാടോ ജീവിത വീക്ഷണമോ ജീവിത സരണിയോ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു സമൂഹത്തിന് സൃഷ്ടിപരമായ വിധത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല.
അവരൊരു അടിത്തറയില്ലാത്ത സമൂഹമായിട്ടാണ് കഴിഞ്ഞുകൂടുക. അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഷെയ്ക്കിയായ വിശ്വാസപരമായ അടിത്തറകളെ, അത് ദൃഢബോധ്യമുള്ളതോ കൃത്യതയുള്ളതോ ഉറപ്പുവരുത്തിയതോ ഒന്നുമല്ല. ആശയക്കുഴപ്പങ്ങളാണ് അവരുടെ പല കാര്യങ്ങളുടെയും ഒരു മാനദണ്ഡമോ അടിത്തറയോ ആയിട്ട് നിലകൊള്ളുന്നുണ്ടാവുക. ഈ ഒരു രീതിയാണ് അവർ പിന്തുടരുന്നത് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യതയോടുകൂടി ഈ ഖുർആനെ മുൻനിർത്തിക്കൊണ്ട് അവരോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ തെളിമയുള്ളതാണ്. ഈ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളുടെ ഒന്നും കാര്യമല്ല. വളരെ കൃത്യമാണ് അതിന്റെ പ്രമേയം. ഈ പ്രപഞ്ചം താനേ ഉണ്ടായതല്ല, അല്ലെങ്കിൽ ഒരുപാട് ആരാധ്യന്മാരുടെ ഒരു സൃഷ്ടിയല്ല, അല്ലെങ്കിൽ ഒരുപാട് പേര് ചേർന്ന് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമല്ല. മറിച്ച് ഏകനായ ഒരു സ്രഷ്ടാവിന്റെ ഉടമസ്ഥതയിലുള്ള, അവന്റെ കൈകാര്യകർത്തൃത്വത്തിലുള്ളതാണ് ഈ പ്രപഞ്ചം. അതിന്റെ ആസൂത്രകൻ അവനാണ്, അതിന്റെ കാര്യങ്ങൾ നിർണയിക്കുന്നത് അവനാണ്, അതിന്റെ ആൻസറബിലിറ്റി എല്ലാവർക്കും ഉള്ളത് അവനോട് മാത്രമാണ്. ഈ ഒരു കാര്യം ഖുർആൻ വളരെ വ്യക്തതയോടുകൂടി വളരെ തെളിമയോടുകൂടി മനുഷ്യനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ അഭിസംബോധിതരായ ആളുകൾ, മക്കയിലെ ആ ഘട്ടത്തിലെ ആളുകൾ യഥാർത്ഥത്തിൽ ഇക്കാര്യങ്ങളിലൊന്നും കൃത്യമായ ഒരു ധാരണയുള്ളവരല്ല. അവരും അല്ല, അവരുടെ പൂർവികരും അല്ല. അവരുടെ പ്രപിതാക്കന്മാർ ഈ സന്ദേഹത്തിലും ആശയക്കുഴപ്പത്തിലും അടിത്തറയില്ലാത്ത പല വിശ്വാസങ്ങളിലുമായിട്ട് പല തലമുറകൾ തന്നെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ടൊന്നും അവര് പിന്തുടർന്നിരുന്ന ആ വിശ്വാസ മാർഗം ശരിയാണ് എന്ന് വരുന്നില്ല. നിങ്ങളുടെ പൂർവികര് തെറ്റായ പാതയിലായിരിക്കും കഴിഞ്ഞു പോയിട്ടുണ്ടാവുക. നിങ്ങളുടെ പൂർവികരാണ് എന്നതുകൊണ്ട് അത് ശരിയാവുന്നില്ല. അതുകൊണ്ട് ഈ സന്ദേഹത്തിന്റെ, സംശയത്തിന്റെ അടിത്തറയിൽ തന്നെയാണ് ഇവര് നിലക്കൊണ്ടിരുന്നത് എന്നതാണ് ഇവിടെ ഉയർത്തിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. അപ്പോ ഞാൻ ഈ ആയത്തുകൾ ഒന്നുകൂടി കേൾപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഹാമീം വൽ കിതാബിൽ മുബീൻ, ഈ രണ്ടക്ഷരങ്ങളാണ് തുടക്കത്തിലുള്ള കേൾപ്പിക്കപ്പെടുന്നത്. തെളിമയുള്ള, വ്യക്തതയുള്ള, യുക്തിഭദ്രമായ ഈ വേദഗ്രന്ഥമാണ് സത്യം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, നിശ്ചയമായിട്ടും നാം ഈ വേദഗ്രന്ഥത്തിനെ വളരെ അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ ആണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ അവതരണത്തെ കുറിച്ചൊക്കെയുള്ള അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് പങ്കുവച്ചതായത് കൊണ്ടാണ് അതിന്റെ വിശദാംശങ്ങൾ ഞാനിപ്പോ സൂചിപ്പിച്ചിട്ടില്ലാത്തത്. ഈ രാത്രിയുടെ ആ രാത്രിയിൽ, അനുഗ്രഹീതമായ രാത്രിയിൽ വിശുദ്ധ ഖുർആൻ ഒന്നാകെ അവതരിപ്പിക്കപ്പെടുകയുണ്ടായോ? അതല്ല ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ 5 ആയത്തുകൾ മാത്രമായിരുന്നോ അവതരിപ്പിക്കപ്പെട്ടിരുന്നത്? അതല്ല ഉമ്മുൽ കിതാബിലോ അല്ലെങ്കിൽ ലൗഹുൽ മഹ്ഫൂദിലോ അങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ ഖുർആൻ നടത്തുന്നുണ്ട്. അതിൽ നിന്ന് ഈ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മലക്കുകളെ അള്ളാഹു ഏൽപ്പിക്കുകയുണ്ടായോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ സന്ദർഭത്തിന്റെയും ഔചിത്യം അനുസരിച്ച് അതിന്റെ ഭാഗങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ചുമതലപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഏൽപ്പിക്കുകയാണോ? ഈ വിധത്തിലൊക്കെയുള്ള വായനകൾ ഇത് സംബന്ധമായിട്ട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാര്യം നമുക്ക് തീർച്ചയായും ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്, ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യ സന്ദേശം ലഭിച്ച ആ രാത്രിയിൽ വിശുദ്ധ ഖുർആന്റെ അവതരണം തുടങ്ങുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ വർഷാവർഷം ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും ഖുർആൻ അതുപോലെ തന്നെ സൂറത്തുൽ ഖദറിൽ നൽകുന്ന സൂചനയൊക്കെ വെച്ചുകൊണ്ട് ഈ രാത്രി, ആ വിധി നിർണയത്തിന്റെ ആ രാത്രിയിൽ ഇതിന്റെ ഒരു ആവർത്തനവും അത് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയും ഒക്കെ നടപ്പിലാക്കപ്പെടുന്നത് ആ രാത്രിയിൽ വീണ്ടും ഉണ്ടാകുന്ന ഒരു കാര്യവും ഖുർആൻ ചില സൂചനകളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ആ അനുഗ്രഹീതമായ രാത്രിയിൽ, ആ രാത്രി തന്നെ അനുഗ്രഹീതമാണ്. ഖുർആന്റെ അവതരണം കൊണ്ട്
ആ രാത്രി പ്രത്യേകമായി അനുഗ്രഹീതമാവുന്നു, അല്ലാതെ തന്നെയും ആ രാത്രി അനുഗ്രഹീതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രാത്രിയിലാണ്. അള്ളാഹു മനുഷ്യനുമായി ഈ ഭൗതിക ജീവിതത്തിലെ അവന്റെ ആവശ്യങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളിലും അവന്റെ സുഭദ്രമായ, അവന്റെ സുനിശ്ചിതമായ പല നടപടികളും ഉണ്ടാകുന്നത്, പല തീരുമാനങ്ങളും ഉണ്ടാകുന്നത് എന്ന സൂചന ഇവിടെ നൽകപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാത്രി അനുഗ്രഹീതമാണ്. ഖുർആന്റെ അവതരണം അതിനെ കൂടുതൽ അനുഗ്രഹീതമാക്കി മാറ്റിയിരിക്കുകയാണ്. അതൊരിക്കലും തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. എല്ലാ കാര്യങ്ങളിലും ഫീഹ യുഫ്രഖു കുല്ല അംരിൻ ഹകീം, വളരെ സുഭദ്രമായ അല്ലെങ്കിൽ സുനിശ്ചിതമായ ഹിക്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സകല കാര്യങ്ങളും നിർണയിക്കപ്പെടുന്നത് ആ രാത്രിയിലാണ്. അമ്രമ്മിന് എന്തിന, നമ്മുടെ അടുക്കൽ നിന്നുള്ള കൽപ്പനകള്, ഉത്തരവുകള്, നിർണയങ്ങളൊക്കെയാണ് ആ രാത്രിയിൽ നൽകപ്പെടുന്നത്. ഇന്നാ കുന്ന മുർസലീൻ, നിശ്ചയമായിട്ടും നാം ഈ സംഗതികളുമായിട്ട് നമ്മുടെ ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനായിട്ട്, നിർണയിക്കുന്നതിനായിട്ട് മലക്കുകളെ അയക്കുന്നവനാണ് എന്നാണ് ഇവിടെ നൽകുന്ന സൂചന. ഇന്നാ കുന്ന മുർസലീൻ, ഈ കാര്യങ്ങളില് അള്ളാഹുവിന്റെ വിധി നിർണയങ്ങളും കൽപ്പനകളും ഉത്തരവുകളും ഒക്കെ തന്നെ അത് നടപ്പിലാക്കുന്നതിനായിട്ട് മലക്കുകളെ അയക്കുന്ന ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇന്നാ കുന്ന മുർസലീൻ എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും റഹ്മത്തൻ മിർ റബ്ബിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അഭിസംബോധന ചെയ്യുന്നത്. നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യമായിട്ടാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊരിക്കലും തന്നെ ആർക്കെങ്കിലും ഒരു വലിയ പ്രയാസമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ശാപമായിട്ട് അവർ കണ്ടിരുന്ന ആ ഘട്ടത്തില് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഒരു സംഗതിയൊക്കെ ആയിട്ടാണ് അവര് ആ ഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നത്. അങ്ങനെയല്ല, ഇത് ദൈവിക കാരുണ്യം തന്നെയാണ്. നിങ്ങളത് വേണ്ട വിധത്തില് വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാത്തത് കൊണ്ടാണ്. ഇന്നഹു ഹുവ സമീഉൽ അലീം, പ്രത്യേകമായിട്ട് ഇവിടെ സമീഉ, അലീം തുടങ്ങിയ കാര്യങ്ങൾ പരാമർശിക്കപ്പെടുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങള് കേട്ടും അറിഞ്ഞും അള്ളാഹു നടത്തുന്ന ഒരു നടപടിയാണല്ലോ ഇത്. അപ്പം മനുഷ്യന്റെ തേട്ടങ്ങൾ അവൻ കേൾക്കുന്നുണ്ട്, അതുപോലെ മനുഷ്യന്റെ ആവശ്യങ്ങളെ അവൻ കണ്ടറിയുന്നുണ്ട്. ആ വിധത്തിലാണ് അങ്ങനെ സമീയും അലീമുമായ റബ്ബിന്റെ ഒരു നടപടിയായിട്ടാണ് ഈ കാരുണ്യം മനുഷ്യനായിട്ട് അള്ളാഹു ഇവിടെ പകർന്നു നൽകുന്നത്. റബ്ബി സമാവാത്തി വൽ അർളി വമാ ബൈനഹുമ, മനുഷ്യന്റെ മാത്രം കാര്യമല്ല അത്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ള സകലതിന്റെയും റബ്ബായ അള്ളാഹുവാണ് ഈ നടപടി, ഈ കിതാബ്, അതിന്റെ അവതരണം ഇവിടെ നിർവഹിക്കുന്നത്. അത് കൃത്യമായിട്ടും അവന്റെ ജ്ഞാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതും അവൻ ഓരോരുത്തരുടെയും അവന്റെ സൃഷ്ടിജാലങ്ങളുടെ തേട്ടങ്ങളെ കേട്ടുകൊണ്ടുമുള്ള ഒരു നടപടി കൂടിയാണത്. അപ്പോ ഈ കാര്യം നിങ്ങൾക്ക് ഈ കുന്തും മൂഖിനീൻ, നിങ്ങൾ വിശ്വാസമുള്ള ദൃഢബോധ്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുന്നതിന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അള്ളാഹു എന്നൊരു അസ്തിത്വം അനിവാര്യമാണ് എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ അള്ളാഹു ഇങ്ങനെയുള്ള നടപടികൾ ചെയ്യുന്നത് നിങ്ങൾക്ക് അവിശ്വസനീയമായിട്ട് അനുഭവപ്പെടുകയേ ഇല്ല. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാത്തൊരു ആരാധ്യനുമില്ല. നിങ്ങൾ ധരിച്ചു വെച്ച പോലെയോ നിങ്ങൾ പിന്തുടരുന്ന രീതികൾ പോലെയോ ഒന്നുമല്ല. അവനല്ലാത്തൊരു ഇലാഹുമില്ല. യുഹീ വ യുമീതു, അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവൻ. റബ്ബുക്കും റബ്ബു ആബാഇക്കുമുൽ അവ്വലീൻ, അവൻ നിങ്ങളുടെ റബ്ബാണ്, മാത്രവുമല്ല നിങ്ങളുടെ പൂർവികരായ പ്രപിതാക്കന്മാരുടെയൊക്കെയും റബ്ബ് അവൻ തന്നെയാണ്. പക്ഷേ ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തതയോടുകൂടി മനസ്സിലാക്കുന്ന ഒരു നിലപാടിലല്ല ആളുകളുള്ളത്. ബൽഹും ഫീ ശക്കി യലഅബൂൻ, അവരിപ്പോഴും അവരുടെ സന്ദേഹത്തിൽ അങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കുന്ന, അവരുടെ സംശയത്തിലും അതുപോലെ ദൃഢബോധ്യമില്ലാത്ത ഒരു
ഒരു നിലപാടിലുമൊക്കെയായിട്ടാണ് അവര് കഴിഞ്ഞുകൂടുന്നത് എന്നാണ് അള്ളാഹു തുടർന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ആളുകളുടെ സന്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ബോധ്യമില്ലാതെ അത് ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതെ അതിനെ സൂക്ഷ്മമായി പരിശോധിച്ച് മനസ്സിലാക്കി അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ആ സന്ദേഹത്തിന്റെ ഒരു നിലപാടിൽ തന്നെയാണ് അവര് കഴിഞ്ഞുകൂടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങള് യുക്തിഭദ്രമല്ല എന്ന ഒരു കാര്യങ്ങൾ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയത് കൊണ്ടൊന്നുമല്ല. അങ്ങനെ അവർക്ക് തീരുമാനിക്കാൻ അതിനെക്കുറിച്ച് സാധിക്കില്ല. ഇനി അവരുടെ കയ്യിലുള്ള അവര് പിന്തുടർന്നു വരുന്ന ഒരു വിശ്വാസവും അവരുടെ രീതികളും ഒക്കെ ഉണ്ട്. അത് ശരിയായ അടിത്തറയിൽ ആണ് ഉള്ളത് എന്ന ദൃഢബോധ്യം ഉള്ളത് കൊണ്ടുമല്ല. യഥാർത്ഥത്തിൽ അവര് കഴിഞ്ഞുകൂടുന്നത് അവരുടെ ആശയക്കുഴപ്പത്തിൽ തന്നെയാണ്. അങ്ങനെ ആശയക്കുഴപ്പത്തിൽ കഴിഞ്ഞുകൂടുന്നത് അതൊരു കംഫർട്ടായിട്ട് ഒരു സുഖമായി അവർ കരുതുകയാണ്. അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം അവര് അകപ്പെട്ടിരിക്കുന്ന ശക്കിന്റെ ആഴം, ആ സന്ദേഹത്തിന്റെയും അടിത്തറയില്ലായ്മയുടെയും ഒക്കെ ആ വ്യാപ്തിയും അതിന്റെ ആഴവും ഒക്കെ യഥാർത്ഥത്തില് ആദ്യം അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അവര് ഈ ശക്കിലാണ് എന്ന കാര്യം തന്നെ, അവര് അടിത്തറയില്ലായ്മയിലാണ് കഴിഞ്ഞുകൂടുന്നത് എന്ന ഒരു കാര്യം തന്നെ അവരെ ഉണർത്തേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നാണ് ഈ ആയത്ത് നൽകുന്ന ഒരു സൂചന. പലപ്പോഴും അങ്ങനെയാണ് നമ്മള് ഈ അന്ധകാരത്തിനെ ഒരു സുഖമായിട്ട്, തമസ്സിനെ ഒരു സുഖപ്രദമായ ഒരു അവസ്ഥയായിട്ടൊക്കെ കരുതുന്ന ഘട്ടം ഉണ്ടാവും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അടിമത്തം പലപ്പോഴും അങ്ങനെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സ്ലേവറിയിൽ കഴിയുന്ന ആളുകള് പലപ്പോഴും അവരെ വിമോചനത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഏതെങ്കിലും മനുഷ്യ സമൂഹത്തിലെ നായകന്മാര് രംഗത്ത് വരുമ്പോ ഈ അടിമത്തത്തിൽ കഴിയുന്ന ആളുകൾ അതിനോട് വളരെ സന്തോഷപൂർവ്വം അവരുടെ പുറകെ നിലക്കൊള്ളുകയോ പിന്തുടരുകയോ ഒന്നുമല്ല ചെയ്യുക. തുടക്കത്തിൽ ആ അടിമത്വമാണ് കംഫർട്ട് എന്ന നിലക്ക് അവര് അതിലേക്ക് അള്ളി പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകും. സമാനമായ ഒരു അവസ്ഥ മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണ ഘട്ടത്തിൽ ബനു ഇസ്രായേലിന്റെ പ്രതികരണത്തിൽ നമുക്ക് നേരത്തെ കാണാൻ പറ്റിയിട്ടുള്ളതാണ്. അവര് മൂസ അലൈഹി ഇസ്ലാം അവരുടെ വിമോചകനായിട്ടാണ് രംഗത്ത് വന്നത് എന്നത് മനസ്സിലാക്കാതെ അവര് പറയുന്നത്, മൂസേ നീ വരുന്നതിന് മുമ്പ് ഞങ്ങള് വല്ലാത്ത പ്രയാസത്തിലായിരുന്നു, നീ വന്നപ്പോ അതിനേക്കാളേറെ കഷ്ടപ്പാടിലായി ഞങ്ങള് എന്നതാണ്. എല്ലാ വിമോചകരും ഇതുപോലെയുള്ള പ്രതികരണം തങ്ങളുടെ സമൂഹങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ അമേരിക്കയിലെ കറുത്ത വർഗക്കാര് അവർക്കിടയിൽ ചില പരിഷ്കർത്താക്കളും നേതാക്കളും ഒക്കെ അവരുടെ വിമോചന താല്പര്യത്തോടെ രംഗത്ത് വന്നപ്പോ അവരിലെ സാധാരണക്കാരായ ആ കറുത്ത വർഗക്കാരുടെ പ്രതികരണം അവര് പൂർണ്ണമായി സന്തോഷപൂർവ്വം സ്വീകരിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യുന്ന വിധത്തിലല്ല. അവർക്കൊരു ഉടമസ്ഥനായി, ഒരു യജമാനനായിട്ട്, ഒരു വെളുത്ത വർഗക്കാരിൽ പെട്ട ഒരാള് തങ്ങളുടെ യജമാനനായി ഉണ്ട് എന്നതാണ് വലിയൊരു ആശ്വാസവും സൗകര്യവുമായിട്ട് അവരിൽ പലരും കണ്ടിരുന്നു. അതുകൊണ്ട് അവര് അടിമത്തത്തിലാണ് എന്നൊരു കാര്യം അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ കാലഘട്ടത്തിൽ ആ കറുത്ത വർഗക്കാരായ നേതാക്കന്മാർ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നത് നമുക്ക് ചരിത്ര സ്രോതസ്സുകളിൽ കാണാൻ കഴിയും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൗത്യത്തിന്റെ ഖുർആൻ പരാമർശിക്കുന്ന കാര്യത്തില് ഇവരുടെ അന്ധതയിലും അന്ധകാരത്തിലും അതുപോലെ അടിസ്ഥാനരഹിതമായ പല വിശ്വാസങ്ങളിലും അതുപോലെ സന്ദേഹങ്ങളുടെ ഒരു അവസ്ഥയിലും ഒക്കെയാണ് അവർ കഴിയുന്നത് എന്നൊരു കാര്യം അവരെ ബോധ്യപ്പെടുത്തുന്നത് തന്നെ വളരെ ഒരു പ്രയാസം അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് ആവർത്തിച്ച് ഈ കാര്യങ്ങള് ഖുർആൻ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ ബൽഹും ഫി ഷക്കി യലഅബൂൻ എന്ന് പറയുന്നതിൽ അങ്ങനെ ഒരു സൂചന നമുക്ക് കാണാൻ കഴിയും. ആളുകള് സ്വന്തം ഇച്ഛപ്രകാരം ഒരു ഷക്കിന്റെ വഴി, ഒരു സന്ദേഹത്തിന്റെയും അടിത്തറയില്ലായ്മയുടെയും ഒരു വഴി തെരഞ്ഞെടുക്കൂലല്ലോ സാധാരണഗതിയിൽ. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന ആളുകള്
അത് തന്നെ ഒരു സുഖമായിട്ട് അങ്ങനെ കണ്ടുകൊണ്ട് ആ അവസ്ഥയിൽ അങ്ങനെ കഴിഞ്ഞാൽ അതിനൊരു മാറ്റം വരുന്നതാണ് അവർക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് കാണും. അതുകൊണ്ടാണ് മുകളില് ഈ കിതാബ് അള്ളാഹു മനുഷ്യ സമൂഹത്തിന്റെ എല്ലാ നിലക്കുമുള്ള മോചനത്തിനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഈ കിതാബിനെ ഇവരൊരു ശല്യമായി, ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയായി, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപമായി ഒക്കെ കാണുന്ന ഒരവസ്ഥയുണ്ടായത്. ഖുർആൻ പ്രത്യേകമായിട്ട് അവരെ കേൾപ്പിക്കുന്ന ഒരു കാര്യം റഹ്മത്തൻ മിർ റബ്ബിക, ഇത് അങ്ങനെ നിങ്ങൾ കരുതിയ പോലെയുള്ള നിങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിവിടാനോ ഒന്നുള്ള ഒരു സംഗതിയല്ല. ഇത് നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ന്യായമായിട്ടും ലഭിക്കേണ്ട ദൈവികമായ കാരുണ്യമാണിത് എന്നാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ആയത്തുകളുടെ ചർച്ചയിൽ കൊണ്ടുവരാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.